യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെഴുത്താണല്ലോ. ആരെങ്കിലും വന്ന് ഇന്നലെ വരാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിനായി വായിക്കുന്നത്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത വായിച്ചു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. രാത്രി വരുന്നു. ദൈവത്തിന്റെ മഹത്വം. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചന ധ്യാനിപ്പാൻ വിശേഷ കൃപ നൽകണം. ശബ്ദപരിധിയിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കണം. ഓൺലൈനിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണം. ഇതിന് ശേഷമായിട്ട് കാണുന്നവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിബു പാസ്റ്റർ, കുടുംബം, ആമേൻ, ഇവിടെയുള്ള ദൈവമക്കൾ, വിശേഷിച്ച് ഈ സഭകളുടെ പ്രധാന ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വില്ലേദാസൻ ദാനിയേൽ അയ്യൂര് അവർകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൗത്ത് സെൻറ്ററിൻ്റെ തൃശ്ശൂർ സൗത്ത് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ CC ചാക്കോ പാസ്റ്റർ അവർകൾ. അച്ചായന് ഇന്നും വന്നല്ലോ, വളരെ സന്തോഷം. മറ്റേ നമ്മുടെ ബാബു പാസ്റ്റർ അല്ലയോ പേര്? ഞാനങ്ങ് റജി പാസ്റ്റർ. മറ്റേ എല്ലാ വേദിയിലെ ഇരിക്കുന്ന കർത്തദാസന്മാർ, സദസ്സിലുള്ള ബഹുമാനിരായ ദൈവദാസന്മാർ പലരും പരിചിതരാണ്. ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ. മറ്റേ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നു, സാധ്യതയില്ല എന്നാലും മാന്തനം. ആമേൻ. വീഡിയോ പകർത്തുന്ന പ്രിയപ്പെട്ടവർ, ഈ സമീപ സ്ഥലങ്ങളിലുള്ളവർ, ഈ ഗ്രൗണ്ട് കൊടുത്ത പ്രിയപ്പെട്ടവർ, വാഹനം ഓടിക്കുന്നവർ, ഇവിടെ വ്യാപാരം ചെയ്യുന്നവർ, ദേശവാസികൾ, സമീപവാസികൾ, ഏവർക്കും ഓൺലൈനിലുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം കൃപ നൽകി. നിങ്ങളുടെ പ്രാർത്ഥന കോട്ടയായിരുന്നു. ഇന്ന് പകലും അല്പസമയങ്ങൾ തിരുവചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തന്നു. ഈ രാത്രി സമയത്തും ഇങ്ങനെ അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ഇടയായി. ഈ ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കുണ്ട്, യാത്രകളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ കടന്നു പോകും. നാളെ സഭായകം നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ വൈകിട്ട് അങ്ങ് ഇടിഞ്ഞാറ് കൺവെൻഷന്. വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസങ്ങളിലും യോഗങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുക. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും അതിനെല്ലാം ഒത്താശ ചെയ്ത പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെഴുത്ത് ഒരിക്കൽ കൂടി വായിച്ച് അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. വായിച്ചാട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പാടിതിൽ പാതകി ആമനിയായിനി പരമ പവനം അതിനെ വെടിഞ്ഞു. പരമ പവനം അതിനെ വെടിഞ്ഞു. കരുണയൊരു പൊഴുതറിവതിൽ നിടരറുവതിൽ അരുളിന. കരുണയൊരു പൊഴുതറിവതിൽ നിടരറുവതിൽ അരുളിന. കരണമ തുതവ ചരണമ മമ ചരണമ തവ പരണമയി പരമ കരുണ രസരാശി. ഓ പരമ കരുണ രസരാശി. ഓ പരമ കരുണ രസരാശി. വന്നത് നന്നായി. പേരെന്തുവാ? എവിടാ വീട്? എവിടെയും ആയിക്കോട്ടെ, നന്നായി. നാദനിൻ ആമിയൻ നാവിൽ വന്നാകയാൽ. നാദനിൻ ആവിയൻ നാവിൽ വന്നാകയാൽ. നവമായി
ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നല്ല മൊട്ടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മൊട്ടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മൊട്ടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ കല്ലിത സുഗമിക മറുവിടും സ്തവ മുറുവിടും ദയ പെരുകിടും നൊറു പരമ കരുണാരസരാശേ ഓ പരമ കരുണാരസരാശേ ഓ പരമ കരുണാരസരാശേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നലെ രാത്രിയിലെ ചിന്തിച്ച വായിച്ച വാക്യമാണ് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്താണ് സുവിശേഷം? അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്നത്. ഇന്ന് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈ യോഹന്നാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ 5 പുസ്തകം എഴുതി. പൗലോസ് 14 പുസ്തകം എഴുതി. മോശെ 5 പുസ്തകം ചമച്ചതുപോലെ യോഹന്നാനെ കൊണ്ട് 5 പുസ്തകം ദൈവം എഴുതിപ്പിച്ചു. 5ഉം വ്യത്യസ്തമാണ്. ഒന്ന് സുവിശേഷ പുസ്തകം, യേശുവിൻ്റെ ചരിത്രം, അത് ദൈവമാണ് തെളിയിക്കുക. 3 ലേഖനങ്ങൾ എഴുതി. പിന്നീട് വെളിപ്പാട് പുസ്തകം മുന്നിൽ കസേരയുണ്ട്. കർത്തദാസൻ ഇഞ്ഞ് പോര്, പാസ്റ്ററെ മുന്നിൽ ഇരുത്ത്, ഇങ്ങോട്ട് പോര്. അപ്പോൾ ശ്രദ്ധിക്കുക, യുവരാസന്മാരൊക്കെ മുന്നിൽ ഇരുന്ന് സ്വോത്രം ചെയ്യുന്നത് എനിക്കൊരു ബലമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എഴുത്തിന് ഉദ്ദേശമുണ്ട്. ചുമ്മാ ഒരു പണിയില്ലാതിരുന്നങ്ങ് എഴുതുകയല്ല. നാളെ ഒരാൾ പറഞ്ഞു വെറുതെ ഇരിക്കുകയോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് വേറൊരാൾ പറഞ്ഞു കോവിഡിന് വെളിയിൽ ഇറങ്ങാനൊത്തില്ല, എന്നാൽ പിന്നെ അങ്ങ് എഴുതിയേക്കാന്ന് അങ്ങ് ചുമ്മാ ഇരുന്ന് എഴുതുക. യോഹന്നാൻ അങ്ങനെ ഒരു പണിയില്ലാതിരുന്ന് എഴുതിയതല്ല. യോഹന്നാന് എഴുത്തിന് ഉദ്ദേശമുണ്ട്. 2 വാക്യം വായിച്ചോ. ഉദ്ദേശം എന്തുവാണ്? നമുക്കറിവുള്ള വാക്യമാ. 20-30 വായിച്ച സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 20-30 ചുമ്മായിരുന്നു എഴുതുകയല്ല. എന്നാ പേനയും പേപ്പർ കൊണ്ട് ചുമ്മാ ഇരിക്കുക അങ്ങ് എഴുതിയേക്കല്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അങ്ങനെ അടയാളം ചെയ്യുന്നത് കാണുക ചെയ്യണം. ഇപ്പം പലതും കാണാറാ ചെയ്യുന്നത്. കാണാത്തെടുത്തു വാ. നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. വായിച്ചോ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും എല്ലാവരും വിശ്വസിക്കണം. ഇവിടെ ഇരിക്കുന്നവരും പട്ടിക്കാട്ടുള്ളവരും തൃശ്ശൂർ ജില്ലയിലുള്ളവരും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളിലും ലോകരാജ്യത്ത് സകല മനുഷ്യരും വിശ്വസിക്കണം യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന്. യേശു ക്രിസ്തു ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും നിങ്ങളെല്ലാവരും വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനാ എഴുതിയേക്കുന്നത്. എന്നാ കുറച്ച് പേപ്പറുണ്ട്, പേനയുണ്ട്, എഴുത്ത് വശമുണ്ട്. ജേർണലിസം ഇംഗ്ലീഷ് തെറ്റിയോ? ഇല്ലല്ലോ. അറിയത്തില്ല, തെറ്റ് തന്നെ പറയണം. എന്നാ ഇതെല്ലാം പഠിച്ചതാ, എന്നാ എന്തെങ്കിലുമൊക്കെ എഴുതാം. അല്ലല്ല, എഴുത്തിന്റെ ഉദ്ദേശം ഇതാ. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്നെല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്താൽ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അതിനാ സുവിശേഷം എഴുതിയത്. ലേഖനം എന്തിനാ എഴുതിയത്? 5:12 വായിച്ചു, 5:13 വായിച്ചു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അറിവുള്ള വാക്യം എന്തെങ്കിലും വായിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ന്റെ അത് സുവിശേഷമാണെന്ന് തോന്നുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ എനിക്ക് തെറ്റിയതാണോ? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ ഇത് എഴുതിയത്. ഒന്നുകൂടെ വായിച്ചു. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾ ഇത് അറിയേണ്ടതിനാണ് ഇത് എഴുതിയേക്കുന്നത്. ചുമ്മാ വന്ന് നല്ല കസേരയാ കുത്തിയിരുന്നേച്ച് പോകരുത്. അഭിപ്രായം പറയും, മഴ പെയ്തില്ല കേട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയ്ക്കും വലിയ തെറ്റില്ല. പുള്ളി ആണെങ്കിലും വിവരക്കേടാ പറയുന്നെങ്കിൽ ഇന്നലെ വലിയ തരക്കേടില്ലായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്നേ. കുഴപ്പമില്ല. സാധാരണ കൺവെൻഷന് പോകുമ്പോഴല്ല, ആവശ്യമില്ലാത്ത വലിയ പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചു. തന്നെയല്ല പുള്ളിക്ക് സമയം കൊടുക്കുന്നുണ്ട്. ചിലയിടത്ത് എന്നാൽ പ്രസംഗിക്കുന്നവർക്ക് സമയം
കൊടുക്കുന്നില്ല. എല്ലാ ഉദ്ഘാടനവും പ്രകാശനവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം താങ്ങിയും തമാശ പറഞ്ഞതല്ല. ഞാൻ ശരിയേ പറയുള്ളൂ, പിന്നെ ചിലർക്ക് അത് ഇഷ്ടമല്ലേ ശരി പറയുന്നതാ. എന്തായാലും ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, ഇന്നും വലിയ തരക്കേടില്ലെന്നാ തോന്നുന്നത്. ന്യായമായിട്ട് ആളും ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞു വെച്ച് പോകാനല്ല. ഒന്നുകൂടെ വായിച്ചോ 12-ാം വാക്യം. കേൾക്കട്ടെ, ഒന്നുകൂടെ കേൾക്കട്ടെ, വായിര്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞ ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. നമ്മളത് അറിയണ്ടേ? നമ്മുടെ കാര്യം നമ്മൾ അറിയണ്ടേ? നീ ആരാന്ന് അറിയണ്ടേ? നീ പെന്തിക്കോസാന്ന് അറിയണ്ടേ? ചിലർ ചോദിക്കാറുണ്ട് പെന്തിക്കോസിലാണോ? അല്ല, അങ്ങനൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. എവിടാന്ന് പുള്ളിക്ക് പോലും വലിയ വെളിവില്ല. ചില പടത്തില്ലേ, പുള്ളി എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ആരാണെന്ന് അറിയണ്ടേ? പിശാചാന്നേലും ഒരിക്കൽ ഗോലിയാത്ത് പറഞ്ഞു, ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലന്റെ സേവകരും. പിശാചാന്നേലും അവൻ എന്ത് പകതിരിവാ? അവനാരാ എവരാരാന്ന് അവൻ തരംതിരിച്ച് പറഞ്ഞു. നമുക്കിതൊന്നും പറയല്ലേ, ഏകപട എമ്പട ത്രിപട ചമ്പട. ഇവിടെ ചമ്പട പൊന്നെ ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അറിയണം, നന്നായിട്ട് അറിയണം. ഒന്നുകൂടെ വായിച്ചോ കർത്തൃദാസനെ, നല്ല വാക്യമല്ലേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. പാടാമോ? എന്നാലും എടുത്ത് പാടാമോ അറിയാമെങ്കിൽ. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് ക്രൂശിലേറി, നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് ക്രൂശിലേറി, മൺമയമാ ഈ ഉലകിൽ കാൺമതല്ല മായയാത്രേ, മൺമയ. അറിയാവുന്നവർ ചേർന്ന് പാടി, ത്യാഗത്തൊന്നുമില്ല. കാൺമതല്ല മായയാത്രേ, മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണെന്ന് ഓർക്കുക നീ. മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണെന്ന് ഓർക്കുക നീ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് എഴുത്തിന് ഉദ്ദേശമുണ്ട്, ചുമ്മാ എഴുതിയതല്ല. സുവിശേഷം എഴുതിയിരിക്കുന്നതും ലേഖനം എഴുതിയിരിക്കുന്നതും വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്ന ഉദ്ദേശമുണ്ട്, ചുമ്മാ എഴുതിയതല്ല. അത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ മഹത്വം. എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം, സകല ആൾക്കാരും കേൾക്കണം. ഇതൊരു വിഭാഗക്കാർക്കോ മതക്കാർക്കോ സംഘടനക്കാർക്കോ സംഘക്കാർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊരു കാറ്റഗറിപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ല. സകല ആൾക്കാരും ഇത് കേൾക്കണം, സകല ജാതികളും ഇത് കേൾക്കണം. മാത്രമാണോ ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാ? ഗുണം സുവിശേഷം കേട്ടാൽ ആ ഗുണത്തെ പറ്റിയായി ഇന്നലെ ചിന്തിച്ചത്. ഒന്ന്, സുവിശേഷം വന്നാൽ, സുവിശേഷം ഉയർത്തപ്പെട്ടാൽ, സുവിശേഷം കേട്ടാൽ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും. അപ്പൊ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അതാണല്ലോ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചു. രാത്രിയിൽ ആ സംഭവം, അപ്പൊ കർത്താവിന്റെ തേജസ് ചുറ്റി മിന്നി ഇരുട്ട് മാറ്റി വെളിച്ചമുണ്ടായി. വെളിച്ചം പരത്തുന്ന മാർഗമാണ് സുവിശേഷം. ഇരുട്ട് മാറും, അന്ധകാരം മാറും. ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. ഇരുട്ട് മാറ്റും. 2, നമ്മുടെ ഭയം മാറ്റും. ഭയം, എല്ലാവർക്കും പേടിയാ, എല്ലാവർക്കും ഭയമാണ്. ഭയം മാറ്റുന്ന മാർഗമാണ്. ഒരു രോഗം വന്ന്, ഒരു പ്രശ്നം വന്ന് ഉടനെ ഭയമാണ്. അങ്ങനല്ല, ഇത് ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഭയം മാറ്റും. 3, ഈ സുവിശേഷം വന്നു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകും. ദൂതൻ അവരോട് പറയാ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാ. വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷം. അപ്പൊ സുവിശേഷം കേട്ടാൽ സന്തോഷം ഉണ്ടാകും. ഇതിപ്പോ സന്തോഷം ഉണ്ടാകാനും സന്തോഷം ഉണ്ടാക്കാൻ വേറെ മാർഗമാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി വീശിയാൽ സന്തോഷമാണ്. ഞാനൊരുത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത് കുടിക്കുമ്പോൾ? ഞാനിതുവരെ കുടിച്ചിട്ടില്ല. ഇന്നലെ ഓർപ്പിച്ചില്ല, എൻ്റെ അപ്പനെ 50 വർഷം കള്ളുഷാപ്പിൽ വലിയ പുള്ളിയും കുടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഇത് കുടിച്ചിട്ടുമില്ല, അറിയത്തുമില്ല. അപ്പോൾ ഒരുത്തനോട് ചോദിച്ചു എങ്ങനെ? അവൻ പറഞ്ഞു, അടിച്ചു കഴിയുമ്പോൾ ഒരു പിമ്പിരിയാന്ന് പറഞ്ഞു. അവൻ്റെ ഭാഷയാ, എന്നാണെന്നറിയാം. കുടിച്ചിട്ടുണ്ടോ നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ? ഇല്ല, ഇനിയും കുടിക്കുകയും വേണ്ട. അപ്പം മുമ്പ് മനഃശാന്തരപ്പെടുന്നതിന് മുന്നേ കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം.
ഒരു പിമ്പിരി റോഡിന് വീതി ഉള്ളതായിട്ട് തോന്നും. നമ്മുടെ ഭാര്യ അപ്പുറത്തെ കുഞ്ഞമ്മയാന്ന് തോന്നും. അങ്ങ് തോന്നുക. മനസ്സിലായില്ല? ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഓരോരോ പേരായിരുന്നു. പോസ്റ്റേ കയറി ഇത് കുടിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ് ആനമയക്കി, പിന്നെന്തൊക്കെ ആയിരുന്നു, കൊട്ടുപടി. അതെന്താ അതിൻ്റെ അർത്ഥം? എനിക്കും അറിയാൻ മേല. ഇല്ല, അവനെ മിക്കതും അറിയാം. എന്തുവാക്കേടാ പറയടാ. അവനെ പണ്ട് ഒത്തിരി അടിച്ചിട്ടുള്ളതാ. ഇനി അവൻ ആരാന്ന് അങ്ങോട്ട് നോക്കുന്നത്. അവനിപ്പം മാനസാന്തരപ്പെട്ടു വന്നു. അപ്പൊ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് സന്തോഷം തരുമെന്ന. ഈസ്റ്ററിനും അങ്ങ് സന്തോഷമാണ്. അടിച്ച് പെരുത്ത് കിടക്കുക ഈസ്റ്റർ. അതിനാ യേശു ഉയർത്തു, നീ ഓടെ കിടക്കുക. ഓടെ കിടക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിലെയാന്ന്. കാരണം അപ്പുറം കയ്യാലെ ഇപ്പുറം ഓടെ, അതിനിടയില. അതാ വക, ഞങ്ങളുടെ വകയാ. ഞാൻ പണ്ടൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛനിപ്പം ഞങ്ങളുടെ കാവാലത്ത് വണ്ടിരുന്നതാ. പിന്നീട് അച്ഛനെ ഇടയ്ക്ക് വെച്ച് അച്ഛനിപ്പം CSI ഞാൻ ചോദിച്ചു, അച്ഛനിപ്പോൾ ഏത് ഇടവകയിലാണ്? അവനോട് പറഞ്ഞു, ഞാൻ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ അല്ല, ഇടയിലാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ കൂടെ അവിടുത്തെ 3-4 പേരും കൂടെ ഉണ്ടായിരുന്നു. ചെന്നിടത്ത് വലിയ പ്രശ്നമാണ്. അച്ഛൻ വളരെ രസകരമായിട്ടാണ്, ഞാനിപ്പോൾ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ അല്ല, ഇടയാന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് സന്തോഷം തരുക എന്നാ പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും അല്പസമയത്തൊക്കെ അല്പം അനുഭവിച്ചിട്ടുള്ള പറഞ്ഞവർ ചെറിയുന്നു. അവൻ പറഞ്ഞ പോലെ ഒരു പിമ്പിരി ഇത് കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതാ, നിന്റെ തലമുറയെ നശിപ്പിക്കുന്നതാ, നിന്റെ കുടുംബത്തിൽ അരാജകത്വം വരുത്തുന്നതാ, നിന്നെ അവൻ ദരിദ്രനാക്കി നശിപ്പിക്കുന്ന മാർഗമായത്. അതുകൊണ്ട് ഇന്ന് രാത്രി അതിനോട് വിട പറയണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത് സമാധാനവും സന്തോഷവും തരുന്ന മാർഗമല്ല മദ്യം. ആർക്ക് കലഹം, ആർക്ക് സങ്കടം, പിന്നെ ആർക്ക് കൺചുമപ്പ്, ആർക്ക് ആവലാതി, പിന്നെ എടുത്ത് വായിര്. എന്തുവാ രണ്ടുപേരും നോക്കിയിരിക്കുന്നു. ഒടുവിൽ അവർ പറയാ, അവരെന്നെ അടിച്ച് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് ഇതിനോടെല്ലാം വിട പറയണം. പുകവലി ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടാ, നിനക്ക് ബുദ്ധിമുട്ട്, ഒടുവിൽ ചൂപ്പാട് വരും. മനസ്സിലായോ? ഇതൊന്നും നിത്യസന്തോഷം തരുന്നതല്ല. ഈ കാണുന്ന ലോകത്തിൽ കാണുന്നതൊന്നും സന്തോഷം തരുന്നതല്ല. ഒരു ദൈവമക്കൾക്ക് സന്തോഷം തരും, നമുക്ക് സന്തോഷം അവൻ തരുന്ന മാർഗം ആ സുവിശേഷം. സങ്കീർത്തനക്കാരൻ 4-ാന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഹബക്കൂക്ക് വിഭ്രമരാഗത്തിലൊരു ഗീതം പാടി. രാഗമൊന്നും ഇപ്പൊ പറയുന്നില്ല, നമുക്ക് രാഗം അറിയാത്തത് തന്നെ വലിയ കാര്യമാണ്. അതെ, വേറെ പുസ്തകത്തിൽ പല രാഗമുണ്ട്. വിഭ്രമരാഗം. പിന്നെ MV ചാക്കോ സാറ് ക്ലാസ് എടുക്കുമ്പോൾ നശിപ്പിക്കരുതെന്ന് പാട്ട് പാടുമ്പോൾ പുള്ളി പറയും, ആ രാഗത്തിൽ പാടരുത്. ഏതാ? നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ നിങ്ങൾ പാടരുതെന്ന് ചാക്കോ സാറ് എൻ്റെ ഗുരുവാ എപ്പോഴും പറയുമായിരുന്നു. വിഭ്രമരാഗം, നശിപ്പിക്കരുതേ എന്ന രാഗം. പിന്നെ വേറെ 2 രാഗമുണ്ട്, ഷമീർ മോത്ത രാഗമോ. 15-ാം അധ്യായത്തിൻ്റെ ഏതാ? ഷമീറല്ല, അഷ്ടമരാഗമുണ്ട്, മാൻപേട എന്ന രാഗമുണ്ട്, സാരസരാഗമുണ്ട്, പല രാഗമാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ കർണാടക സംഗീതത്തിന് എത്ര രാഗമാണ് മോനെ? എത്രയാ? 7 72 മേളകർത്താ രാഗം അല്ലയോ? അങ്ങനല്ലേ പറയുന്നത്? എനിക്കിതൊന്നും അറിയത്തില്ല. 72 അത് ഒരു രാഗത്തെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയാ മോളെ? മോൾ പഠിക്കുന്നുണ്ടെന്ന് തോന്നല്ലയോ? പഠിച്ചെല്ലാം കഴിഞ്ഞു. എത്രയാ? 382 ഒരെണ്ണത്തെ തന്നെ. അതിനും പിന്നെ അവർ പഠിപ്പിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എനിക്കറിയത്തില്ലെങ്കിലും കേട്ട കേൾവി അനുസരിച്ച് പറയുക. നമ്മൾ പാടുന്ന ചില പാട്ടുകളൊക്കെ രാഗം പറഞ്ഞാൽ നമ്മൾ പാടുകയില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നാളും പറഞ്ഞതാ. ഏത് രാഗമാണ്? നമ്മൾ വിവാഹ ശുശ്രൂഷയ്ക്ക് അച്ചായനൊക്കെ ധാരാളം വിവാഹം നടത്തിയിട്ടുള്ളതാ. ഞാനും 1-2 എണ്ണമൊക്കെ നടത്തി, ഇത്ര ഒന്നും ഒത്തിട്ടില്ല. ദൈവദാസനൊക്കെ ധാരാളം, എല്ലാ കർത്തദാസന്മാരും. അപ്പം നല്ല അന്തരീക്ഷത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, ഇന്നീ മംഗല്യം. ആ പാട്ട് ഒരു വരി പാടിക്കാൻ മോനെ. ഏരിയായി കല്യാണം ഒന്നും നടന്നിട്ടില്ലേ? പാടാ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. അപ്പൊ അത് ഒരു രാഗമാണ്. ഏത് രാഗമാണെന്ന് അറിയാമല്ലോ അല്ലേ?
നിമംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവം. ഇതിനെപ്പറ്റി പറയുന്നത് ആനന്ദ ഭൈരവി രാഗമാണ്. ആനന്ദ ഭൈരവി രാഗമാണെന്നാ പറയാൻ. രാഗത്തിന്റെ അർത്ഥം പറഞ്ഞാൽ ഇനി പാടുകയില്ല. ഇപ്പം അവർ ചിന്തിക്കുക, എന്തോ അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് ദോഷമൊന്നും പറഞ്ഞതല്ല, എല്ലാം ഒന്നും മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാനിതിലേ അങ്ങ് ഓടിപ്പോവും. തല്ലുകൊണ്ട് നീ എല്ലാം ഊപ്പാട് വരും. നിങ്ങൾ തല്ല് കൊള്ളണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിവിടെ പറഞ്ഞതാണ്. തല്ല് വേണേ ഇപ്പം ഞാൻ പറയാം, പുറകെ മുതൽ അടി വരും. അപ്പം നമ്മൾ അധികം രാഗമൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇവിടെ സങ്കീർത്തനമൊക്കെ പഠിക്കുമ്പോൾ ധാരാളം അഷ്ടമരാഗം, മാൻപേട രാഗം, വിഭ്രമരാഗം, നശിപ്പിക്കരുത് എന്ന രാഗം, സാരസരാഗം, പുത്രമരണ രാഗം, ഇങ്ങനെ പല രാഗമാണ്. അപ്പോൾ ഹബക്കൂക്ക് വേറെ 2 രാഗമുണ്ടാണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 21, 22 ഒന്ന് വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 21, 20 2 രാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. തെറ്റിക്കാതെ വായിക്കണം. തെറ്റുമല്ലയോ? അതാ വായിക്കും. തെറ്റിയാൽ ഞാൻ തിരുത്താൻ നോക്കട്ടെ, എനിക്കും തിരുത്താൻ പറ്റുമോ എന്ന്. അല്ല, എന്തിനാ തെറ്റുന്നേ? അതിലുള്ളത് അങ്ങ് വായിച്ചാ പോരെ. 20-ാം വാക്യം മുതൽ വായിക്കല്ലേ. സെഖര്യാവ്, അസീയേൽ, സംഗീതക്കാരായ ഹേമാനും ആസാഫ് ഏതാനും താമം കൊണ്ടുള്ള കൈതാളങ്ങളെയും സെഖര്യാവ്, അസീയേല്, ശമീരാമോത്ത്, യെഹീയേൽ, ഉന്നി, ഏലിയാബ്, മയസേയാബ്, ബെന്നായാവ് എന്നിവർ അലാമോത്ത് രാഗം. അതൊരു രാഗമാ. ഏതാ? അലമുറ ഇടുന്ന രാഗമല്ല. അലാമോത്ത് രാഗം വേറൊരു രാഗം താഴെ. അലാമോത്ത് രാഗത്തിൽ വീണകളെ ധ്വനിപ്പിക്കാനും മത്തിത്യാവ്, എലീഫെലേഹു, മിക്നേയാവ്, ഓബേദ്, ഏദോം, യെഹിയേൽ, അസസ്യാവ് എന്നിവർ ശമീനത്ത് രാഗം. 2 രാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ആട്ടെ, എന്റെ വിഷയം അതല്ലല്ലോ. അപ്പൊ പല രാഗങ്ങള് ഈ പുസ്തകത്തിലുണ്ട്. ഹബക്കൂക്ക് വിഭ്രമ രാഗത്തിൽ പാടുകയല്ല. കന്നുകാലികളിൽ, ഗോശാലകളിൽ കന്നുകാലി ഒന്നും കാണുകയല്ല. മുന്തിരിയിൽ ചിലപ്പം ഫലമൊന്നും കണ്ടെന്ന് വരികയില്ല. അത്തിയിൽ ഫലമൊന്നും കണ്ട, പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദാവീദും അങ്ങനല്ലയോ? 4-ന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. 4-ന്റെ ഹെഡിങ് അവ വായിക്കണ്ട. 7-ാം വാക്യം വായിച്ചോ. 4-ന്റെ 7 എല്ലാം വായിക്കാൻ നേരമില്ല. ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാൽ സന്തോഷം ഉണ്ടാകും. നിരാശ മാറും, ഭീതി മാറും, ചിത്തഭ്രമം മാറും, സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം ലോകക്കാർക്ക് ലഭിക്കുന്ന സന്തോഷമല്ല. ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും. ലോകക്കാർക്ക് ധാന്യവും മീഞ്ഞും വർദ്ധിക്കുമ്പോഴാ സന്തോഷം, ഇല്ലയോ? അതെ. അല്ല, കൊപ്രായിക്ക് വില കൂടി, സന്തോഷമാണ്. ഏലക്കായ്ക്കും കൂടി. കുരുമുളക് കിട്ടാനില്ലെങ്കിലും നല്ല വിലയാ. കാപ്പിക്കുരുവിനും നന്നായിട്ട് കൂടി. ഇതൊക്കെ അവർക്ക് വലിയ സന്തോഷമായത് വില കൂടുന്നത്. റബ്ബറിന്റെ വില കൂടി. ഒട്ടുപാലിനും നല്ല വിലയാണ്. അതുകൊണ്ട് ചാകാറായ വല്യപ്പനും ഒട്ടുപാല് പറിച്ച് കിടക്കുക. എവിടെയെങ്കിലും കുത്തിയിരുന്ന് വേദവത്തം വായിച്ച് പ്രാർത്ഥിക്കല്ല, പുള്ളിയും മടിയും കുത്തി. അപ്പൊ ലോകക്കാർക്ക് ധാന്യവും മീഞ്ഞും വർദ്ധിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, ഭൗതികം. വലിയൊരു വീട് വെക്കുമ്പം അത് തെറ്റാന്നല്ല, സന്തോഷമാണ്. പിള്ളേർ പേർഷ്യയിൽ പോയി, സന്തോഷമാണ്. പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോയി, സന്തോഷമാണ്. ലോകക്കാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളാ സന്തോഷം. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ സന്തോഷം ഇതൊന്നുമല്ല. ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തില. ആ സന്തോഷം യേശു രക്ഷിതാവായി നമ്മുടെ അകത്തേക്ക് വന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. മൂത്താമകൽ ഉപദേശിയാ പാടിയത്, ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോൽ കാണാവതല്ലാത്തോരാനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോൽ കാണാവതല്ലാത്തോരാനന്ദമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് പിൻ ശരീരം നമുക്കേകിടുമേ. അല്പകാലം കൂടെ താമസിച്ചിടുകിൽ ആത്മപ്രിയൻ മുഖം മുത്തിടാമേ. എപ്പോഴും സന്തോഷം നൽകും
നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. എപ്പോഴും സന്തോഷം, സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. അപ്പൊ ദൈവമക്കൾക്ക് സന്തോഷം ആമേൻ ആത്മീക വിഷയത്തിലാണ്. അതെ, ഒന്ന് രണ്ട് ഉദാഹരണം വചനത്തിൽ നിന്നാണല്ലോ. ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പറയുമ്പോൾ ഇതായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്ന് ഓർപ്പിച്ചു തരിക. നമുക്കങ്ങനെ സന്തോഷം, ഒരു ദൈവത്തിൽ നിന്ന് സന്തോഷം വരുന്ന പല നിലകളില്ല. ഒന്ന് രണ്ട് കാര്യം പറയാം വചനത്തിൽ നിന്ന്. ഈ പൗലോസും ശീലാസും എല്ലാം തുയതൈരക്കാരി സഹോദരിയുടെ ആ ദേശത്ത് വന്ന് ഫിലിപ്പിയിൽ വന്ന് വചനമെല്ലാം പറഞ്ഞു. ലുദിയ അങ്ങ് രക്ഷിക്കപ്പെട്ടു. പിന്നീട് വെളിച്ചപ്പാടത്തുകാരുടെ ഭൂതവും പോയി, അവരുടെ ലാഭവും പോയി. അന്ന് മുതൽ പ്രശ്നമായി. ഇവരെ കാരാഗൃഹത്തിൽ കൊണ്ടിട്ട് അടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ചു. പക്ഷെ അവർ തളർന്നില്ല. അർദ്ധരാത്രിക്ക് ബാക്കിയൊക്കെ മനപ്പാടമാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി. ഞാൻ ഇന്ന് നമ്മുടെ ചർച്ചിലോട്ട് വന്നപ്പം ഞാൻ രസകരമായി പറഞ്ഞതാ, പിണങ്ങരുത്. അപ്പോൾ അവിടെ പാടുന്നു, ഉച്ചയ്ക്ക് പാടുക. ഉച്ചയ്ക്കൊരു പാട്ട് പാടിയല്ലോ അപ്പോസ്തലർ രാത്രി കാലേ. ഞാൻ പറഞ്ഞു പകല് 11:00 പാടുക. അപ്പോസ്തലർ പാട്ട് തെറ്റാന്നല്ല, നല്ല പാട്ടാ. പക്ഷെ നമ്മൾ പാടുന്നത് ഭയങ്കര ചൂടാ. അന്നേരം നമ്മൾ പാടുക അപ്പോസ്തലർ രാത്രി കാലേ. അന്നേരം തള്ളയിരുന്ന് പോഞ്ഞ് ഇടപാട് തിരിക. കുഴപ്പമില്ല. അപ്പൊ ഇവര് രാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. എന്തിനേറെ ചങ്ങലയെല്ലാം അഴിഞ്ഞു, വലിയ പ്രശ്നമായി. കാരാഗൃഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ നോക്കി ഇവരെ കാണാഞ്ഞിട്ട്. അപ്പൊ പൗലോസ് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഉണ്ട്, നീ എന്തിനാ ചാകുന്നേ? ആത്മഹത്യ പരിഹാരമല്ലല്ലോ. ആത്മഹത്യ പരിഹാരമല്ലെന്ന്. വിഷം കഴിക്കുന്ന പരിഹാരമല്ല. റെയിൽവേ പാളത്തിൽ തലവെക്കുന്ന പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. ഉണ്ട് ഉണ്ട്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. അത് അനുഭവിച്ചവരും ഇന്ന് രാത്രി ഇരിപ്പുണ്ട്. പൗലോസ് ചോദിച്ചു, നീ എന്തിനാ കൊല്ലാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നത്? ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. എന്തിനേറെ പൗലോസ് സുവിശേഷം പറഞ്ഞു, വചനമെല്ലാം പറഞ്ഞു. കാരാഗൃഹമാണ് രക്ഷിക്കപ്പെട്ടു. ആ കണ്ണിക തീരുമ്പോണ്ട് ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദിച്ചെന്ന്. ആ കണ്ണിക തീരുന്നിടത്ത് വായിച്ചേ മോനെ വായിച്ചേ. ആ കണ്ണിക തീരുന്നിടത്ത് ഏത് കണ്ണികയാണെന്നായിരിക്കും. പിന്നെ അവരെ വീട്ടിൽ കൈകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇതാണ് നമ്മുടെ സന്തോഷം. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇത് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് വന്നിരിക്കുന്നത് വലിയ സങ്കടത്തോടാ. ഇതുപോലൊരു ചതിവ് അങ്ങനെ ഇരിക്കാതെ, അല്ല ഇവിടെ അങ്ങനെ ഇരിക്കാതെ സന്തോഷിക്കല്ലേ. ചില ഇരിപ്പ് കണ്ട് ഇതുപോലൊരു ചതിവ്. അല്ലല്ല, ഭയങ്കര സന്തോഷമാണ്. അതിനാ ദൈവത്തിൽ വിശ്വസിച്ചു. ഏത് ദൈവം? സത്യദൈവം, നിത്യദൈവം, ജീവനുള്ള ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ ദൈവം. ഹൈന്ദവ പുരാണമൊക്കെ പഠിക്കുമ്പോൾ ഈ 14 ലോകമുണ്ടെന്ന അതലോ വിതലോ നിതലോ സുതലോ താഴെ മേളിൽ വെക്കാട്ട് ഈ 14 ഉരകില് അങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളുണ്ട്. 14 24 ആയിക്കോട്ടെ. നീ അത് പറഞ്ഞൊരു അടിയും പ്രശ്നവും വേണ്ട, എത്രയുണ്ടെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം എത്രയുണ്ടെങ്കിലും കൊള്ള സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പതാംബുജൻ. ഇത് ചൊല്ലുമ്പോൾ ഒരു ചെറിയ ഡിലേ ഇടണമായിരുന്നു. മോനും എന്താ ഉറങ്ങാന്നോ? ഞാൻ പറഞ്ഞു തരണോ? ഇതൊക്കെ ഒരു പൊടിക്ക് ഉറങ്ങിപ്പോയോ അതോ? അപ്പൊ ശ്രദ്ധിക്കുക, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, ആഗമാകാരന്മാരിലാദമൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിയാ. ഏലൊന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുമാ നാഥൻ ഉപദേശിച്ചിതല്ലോ. ഇലോകി ശ്രദ്ധായി യുയലോകി അഠോണായി ബിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം. ഇപ്പം സാറിന് പിടികിട്ടി. സാറിന് പിടികിട്ടണമല്ലോ. ഇലോകി ശ്രദ്ധായി യുയലോകി അഠോണായി ബിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർത്തിക്കും. ഞാൻ ദൈവത്തെ പറ്റിയായി ചൊല്ലുന്നത്.
ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർദ്ദിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പ കാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മാനുഷരെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വയമാമക തത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമയൽപ്പു നിജാത്മാനം കാരണം വിനാകാര്യോത്പത്യത എന്നുള്ള സ്വയമാ മകത്വത്വമറിഞ്ഞ അനാസ്തികർ പൂരിതപാപരായി ചരിക്കും ബോധം തന്റെ കാരുണ്യവർഷമീശനവരിൽ ആശ്രിത മന്ദാരമാം ഈ പരന്റെ പാദം ആശ്രയിച്ചിടുന്നവർക്ക് അവർക്കും അനുഗ്രഹം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായ ഒരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളൊരു സപ്തസപ്തിയൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ കൃപാർണവ, നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ നദജനപാലന പാരായണ. മോശകിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായിട്ടൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊഴിക്ക് നിർമ്മാതാവേ. ഓ, അതാ ദൈവം. ആരോട് പറയാൻ? നാളെ ചൊല്ലിയപ്പോ രാമ പറഞ്ഞ് ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതില്ലേ എൻ്റെ ബന്ധനങ്ങൾ ഇനി അഴിയാനുണ്ടെന്ന് പറഞ്ഞു. തള്ളക്ക് യാതൊരു വെളിവുള്ള തള്ളയല്ല. അതിൻ്റെ ബന്ധനങ്ങളാന്ന് പറഞ്ഞത് മുഴുവൻ. ബോംബെയിലൊരു വട്ടനുണ്ട്, പുള്ളിയും പറയും ഇതൊന്നും പറയണ്ടെന്ന്. ഏക വട്ട ഞാൻ ദൈവത്തെ പറ്റിയായി ചൊല്ലിയത്. അതാ ദൈവം. ഈ കാണുന്ന അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ ഈ നക്ഷത്ര മണ്ഡലങ്ങളെ അയ്യോ ഇപ്പോഴും മുദ്രയിട്ട് വെച്ചിരിക്കുക, പൊട്ടിച്ചിട്ടില്ല, അറിയത്തുമില്ല. ബാക്കിയെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വാരി വെതറി ഇങ്ങോട്ടിട്ടിരിക്കുകയല്ലോ. ഈ കാണുന്ന അണ്ടകടാകം ഇതൊക്കെ ചിന്തിച്ചാൽ ഭ്രാന്തുണ്ടാകുമെന്ന മാലുണ്ടാം. ഇതിന് ചൂട് കേവലം ചിന്തിക്കലും. ഇത് ചിന്തിച്ച അസുഖം. ഓൾറെഡി നമുക്ക് അസുഖം ഉള്ളതുകൊണ്ട് ഇനിയും ചിന്തിക്കണ്ട. ഇനി അത് ചിന്തിച്ച് വേറെ അസുഖം കൂടെ വരുത്തണ്ട. ഇതൊക്കെ ചിന്തിച്ചാലേ ബ്രഹ്മാണ്ടം കോടിനാണ്ടം പ്രകടിത ഘടകം തൽപ്പലാണ്ടം തൃണാണ്ടം പണ്ടം പണ്ടം ഡിംബാടിം പണ്ടകടകടിമ്പം ഈ കാണുന്ന അണ്ടകടാകമേ. ഹരിനാമകീർത്തനത്തിൽ ഒരു പ്രയോഗം എടുത്തച്ഛൻ എഴുതി, നക്ഷത്ര പങ്ക്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊടുത് രക്ഷിക്കുക എന്ന അടിമ പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. നക്ഷത്ര പങ്ക്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്ന അളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊടുതു പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ ഈ കാണുന്ന സകല നക്ഷത്രമണ്ഡലങ്ങൾ, ഈ ആകാശ ഗംഗ, അയ്യോ ചിന്തിച്ചാൽ അന്തം വിടുക. വേറെ ഗോളത്തിൽ ചെന്ന് ഭൂമിയോട്ട് നോക്കിയാൽ ഒരു ചെറിയ പൊട്ട് പോലെ. ഈ ഭൂമിയെ വിഴുങ്ങാൻ പാകത്തിന് വേറെ ഗോളമുണ്ട്. അതിന് പലതിനെ വിഴുങ്ങാൻ പറ്റുള്ള വേറെ ഗോളമുണ്ട്. നമ്മുടെ ദൈവം അത്ര അമ്പരത്തിൽ ഈ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്ന ദൈവം. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000 പരിണാമം. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രമാകമാന സൂക്ഷ്മമായ 60 കോടി അന്നെണ്ണിയപ്പം. ഇപ്പോഴും പുതിയത് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചെന്ന അതാ ആനന്ദം. എന്താ വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഈ വലിയവനായ ദൈവത്തെ കണ്ടിച്ച് പിന്നെ ഇരിക്കുക തത്ത ചത്ത കാക്കാലനെ പോലെ. മനസ്സിലായില്ല? തത്ത ചത്ത കാക്കാലൻ. തത്തയെ വെച്ചല്ലേ ലക്ഷണം പറയുന്നത്. തത്തയായിട്ട് രാവിലെ വന്നിരിക്കും, കൂട് ചീട്ടുണ്ട്, വന്നിരിക്കുമ്പോൾ തത്ത അങ്ങോട്ട് എടുത്ത് നോക്കി പിന്നെ കൊമ്പനുണ്ടല്ലയോ, കണവൻ ഇടഞ്ഞു നിൽക്കുക. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ കാശ് കൊടുക്കും. തത്തയെ വെച്ച ആ കാശ് ഒരു ദിവസം രാവിലെ വന്നപ്പം കൂടിനകത്ത് തത്ത ചത്ത് കിടക്കുന്നു. പുള്ളി അങ്ങ് സങ്കടമായിപ്പോയി. ദൈവമേ തത്ത ചത്തല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദിക്കണ്ടേ? സ്തോത്രം. അതാണ് നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷം എന്നാണെന്നറിയാമോ? ഈ ആയുസിൽ സത്യദൈവത്തെ, നിത്യദൈവത്തെ, ഏകദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ആരാധിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് ലഭിച്ച